സർ, കേരള മനസാക്ഷിയെ ഞെട്ടിപ്പിച്ച ഒരു കേസാണ് വിസ്മയ കേസ്. അപ്പോൾ വിസ്മയ കേസിൻ്റെ വിധിയൊക്കെ വന്നിരുന്നു. പക്ഷേ സുപ്രീം കോടതിയിലേക്ക് പ്രതി കിരൺ അപ്പീൽ നൽകിയതിൻ്റെ സാന്നിധ്യത്തിൽ ഇപ്പോൾ കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, കോടതി ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് കിരണിന്. മാത്രമല്ല ഈ പറഞ്ഞതുപോലെ ശിക്ഷാവിധി മരവിപ്പിച്ചിരിക്കുകയാണ്. എന്താണ് നമ്മുടെ നാടിൻ്റെ പോക്ക്? ശിക്ഷ എന്ന് പറയുന്നത് 10 കൊല്ലത്തേക്കാണ് ശിക്ഷ നൽകിയത്, അല്ലേ? കുറഞ്ഞുപോയി. അതെ, അത് കുറഞ്ഞുപോയി. ആ ശിക്ഷാവിധിയാണ് ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുന്നത്. അത് ഈ സ്ത്രീധനം പോരാ എന്നുള്ളതിൻ്റെ പേരിലാണ്. കൊടുത്ത കാറ് പോരാ, സ്വർണം കൊടുത്തത് പോരാ. കൊല്ലം ജില്ലയിലെ നിലമേലിലാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ ഇത് ഇനിയും ഇതുപോലെയുള്ള കേസുകളൊക്കെ പിന്നീടും പലതും ആവർത്തിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇതിന് ഇത്തരത്തിലുള്ളവരെയൊക്കെ തന്നെ കയ്യാമം വെച്ച് തന്നെ അല്ല, ഇത് നമുക്കറിയാം, മാധ്യമങ്ങൾ ഉൾപ്പെടെ ഒരു ചർച്ചാ വിഷയം ജനവിധി, അതായത് ജനങ്ങൾ ഒരു വിധി പറയുമല്ലോ, ജനവിധി നേരിട്ട ഒരു കേസ് തന്നെയാണ് ഇത്. കാരണം ഒരു പക്ഷേ വിസ്മയ കേസിൻ്റെ ഇപ്പം മരണപ്പെട്ട വിസ്മയയുടെ ബോഡി പരിശോധിച്ചപ്പോൾ നിരവധി പാടുകൾ ഉൾപ്പെടെയാണ്. ഒരു ശവസംസ്കാര ചടങ്ങിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ മുഖത്തൊക്കെ നല്ല പാടുകൾ ഉൾപ്പെടെ അത്രയേറെ ക്രൂരമായിട്ടുള്ള മർദ്ദനം ഏറ്റുവാങ്ങിയിട്ട് തീരെ നിവൃത്തിയില്ലാണ്ട് എന്താ പറയുക, ആത്മഹത്യയിലേക്ക്, അതായത് വീട്ടുകാരെ അറിയിക്കാൻ സാധിക്കാതെ, ഒറ്റ മകളാണ്, ഈ പറഞ്ഞതുപോലെ ഇഷ്ടംപോലെ സ്ത്രീധനമൊക്കെ കൊടുത്ത് അവർ കൊടുക്കാവുന്നതിലപ്പുറം സ്ത്രീധനം നൽകി നല്ലൊരു ജീവിതത്തിന് വേണ്ടിയിട്ട് അയച്ച മകളുടെ ദുരന്തം ഇനി കാണണ്ട എന്ന് കരുതി സ്വയം ജീവൻ ഒടുക്കിയ ഒരു പെൺകുട്ടിയാണ്. ഒരു പക്ഷേ കേരളത്തിൽ ഇത്രയേറെ ചർച്ചയായിട്ടുള്ള മറ്റൊരു സംഭവം ഉണ്ടായിരിക്കത്തില്ല. പക്ഷെ എന്നിട്ട് പോലും കോടതിക്ക് മനസ്സിലാവാതെ കോടതി വിധി ഇത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ എത്രയോ കേസുകൾ, നമ്മൾ അറിയാണ്ട് പോകുന്ന എത്രയോ മർദ്ദനങ്ങൾ ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന സന്ദർഭത്തിൽ പോലും എന്തെല്ലാം സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും വേണ്ടി നേരിടുന്നുണ്ട്. അപ്പോൾ ആരും അറിയാണ്ട് പോകുന്ന എത്രയെല്ലാം കേസുകൾ, എന്ത് വിധിയാണ് ഇവർ വിധിക്കുന്നത്? നമ്മൾ കോടതിയെ ഒരിക്കലും ചോദ്യം ചെയ്യാൻ പാടില്ലല്ലോ. പക്ഷേ ഇപ്പോൾ പല സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് കോടതിയെയും ചോദ്യം ചെയ്യേണ്ടുന്ന ആവശ്യകത വന്നിട്ടില്ലേ? അല്ല, ആവശ്യകതയുണ്ട്. ഇതിനകത്ത് അത് കേസ് വാദിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്നതനുസരിച്ചിരിക്കും. കാരണം ഇത് ആത്മഹത്യ പ്രേരണാക്കുറ്റം എന്നുള്ള രീതിയിലും നിരന്തരമായിട്ടുള്ള ഗാർഹിക പീഡനം ഇതിനകത്ത് വിസ്മയ അനുഭവിച്ചു. അതും എല്ലാം കൂടി ചേർത്ത് കഴിഞ്ഞാൽ കടുത്ത ശിക്ഷ നൽകാവുന്നതാണ്. അങ്ങനെയാണ് ഇവിടെ 10 വർഷം വരെ വിധിച്ചിരിക്കുന്നത്. അല്ല, ഇയാള് പരോളിലായിരുന്നു. കാരണം ജയിലിൽ കിടന്നിട്ടുള്ള അപൂർവമായിട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ കാരണം ഇതിന്റെ പുറകില് നല്ല ഹോൾഡ് ഉണ്ട്. ഇപ്പൊ ഒരു പ്രതി ജയിലിൽ കിടന്ന് അത് ആ ശിക്ഷ അനുഭവിക്കണമല്ലോ. പക്ഷെ പരോളിൽ ഇറക്കാൻ ആൾക്കാരുണ്ട്, പരോളിൽ ഇറങ്ങാൻ വേണ്ടി സഹായിക്കുന്ന ഉദ്യോഗസ്ഥരുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഇതിൻ്റെ നമ്മൾ കൊടുക്കുന്ന ഒരു കേസിന് ആസ്പദമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, ചില തെളിവുകളുണ്ട്. അപ്പോൾ എത്രമാത്രം പോലീസ് ഇത് കോടതിയിൽ സമർപ്പിച്ചിട്ട് അതിനെയൊക്കെ അടിസ്ഥാനമാക്കിയായിരിക്കും മുൻപോട്ടുള്ള വിധി വരുന്നത്. പക്ഷെ അത് എനിക്ക് തോന്നുന്നു എന്തൊക്കെയോ ദുർബലമായിട്ടുള്ള തെളിവുകളും ദുർബലമായിട്ടുള്ള സാക്ഷിമൊഴികളും ഒക്കെ ആയിരിക്കാം ഈ കേസിന് ഇത്തരത്തിൽ കിരണിന് ജാമ്യം നൽകിയത്. അപ്പം ഒരു ഭാഗത്ത് നിന്നും ഒരു പക്ഷെ ഔദ്യോഗിക തലത്തിൽ നിന്നും എന്തെങ്കിലും സഹായഹസ്തങ്ങൾ കിരണിന് വേണ്ടി നീട്ടിയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമത്തത് സാധുവായ അച്ഛനും അമ്മയാണ്. അവർക്ക് ഇപ്പോൾ എത്രമാത്രം കേസ് നടത്താൻ പറ്റുമെന്നുള്ളത് അറിയില്ല. ഒരു പക്ഷേ പ്രതിഭാഗത്തിന് വളരെ സ്ട്രോങ് പവർഫുൾ ആയിട്ടുള്ള, പണ്ട് നമ്മൾ നേരത്തെ പറയായിരുന്നു ആളൂരും പണവും ആളൂരും ഉണ്ടെങ്കിൽ എന്തും നടക്കുമെന്ന്. ഇപ്പോൾ ആളൂര് പോയി, പക്ഷേ വീണ്ടും ആളൂരന്മാർ ഇത്തരത്തിൽ ഉള്ളത് കൊണ്ടല്ലേ ഈ വിധി ഇങ്ങനെ ആവുന്നത്? അല്ല, ഇതിനകത്ത് ശക്തമായ രീതിയിലുള്ള വാദം ആവശ്യമാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കേസുകൾ പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നതാണ് മുൻകാലങ്ങളിൽ കണ്ടിട്ടുള്ളത്. കാരണം ആത്മഹത്യാ പ്രേരണാ കുറ്റം എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ തന്നെ നമുക്കറിയാം നവീൻ ബാബു ആത്മഹത്യ ചെയ്തത്. അതിനകത്ത് പിന്നിൽ PP ദേവിയുടെ വാക്കുകളാണ് എന്ന് പറയുന്നുണ്ട്. ആ വാക്കുകൾ ക്രൂരമായ പരുഷമായ വാക്കുകളാണ് നവീൻ ബാബുവിനെ അത്തരത്തിൽ കൊണ്ടുചെന്ന് എത്തിച്ചത്. അപ്പോൾ ഇതെത്ര വരെ നിലനിൽക്കും എന്നുള്ളതാണ് പ്രശ്നം. അവിടെയാണ് ഇതിനകത്ത് നിയമപരമായ പ്രശ്നം നേരിട്ടത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം
കിരൺ അല്ലേ, ഇയാൾക്ക് ഇത്തരത്തിൽ പിന്നെ അനുകൂലമായ ഒരു വിധിയിലേക്ക് പോയത്. പി ദിവ്യയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ പണ്ടൊക്കെ പറയും വാളെടുത്ത് നമ്മൾ ആയുധം ഉപയോഗിക്കുന്നതിനേക്കാളും വളരെ മാരകമാണ് നമ്മളുടെ വാക്കുകൾ എന്ന് പറയും. ഈ കൈവിട്ട ആയുധവും വാവിട്ട വാക്കും രണ്ടും ഒരേപോലെ തന്നെയായിട്ടാണ് നമ്മൾ പണ്ടൊക്കെ പറയുന്നത്. ഒരുപക്ഷെ നമ്മൾ ഉതിർക്കുന്ന ചില വാക്കുകൾ തന്നെയായിരിക്കാം ഒരുപക്ഷെ മരണത്തിലേക്ക് നയിക്കുന്നത്. പി ദിവ്യയുടെ കാര്യം പറഞ്ഞാൽ അത് തന്നെയാണ്, അദ്ദേഹത്തിന് മരണത്തിലേക്ക് നയിക്കാനുള്ള കാരണം പി ദിവ്യയുടെ വാക്കുകൾ തന്നെയാണ്. രണ്ടാമത് ഇപ്പോൾ കിരണിൻ്റെ ഭാഗത്തുനിന്ന് വരുവാണെങ്കിൽ ഇത് വാക്ക് മാത്രമല്ല ആയുധവും എടുത്തിട്ടുണ്ട്, നന്നായിട്ട് പീഡനവും അനുഭവിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വാക്കുകളും ഒരുപക്ഷെ വിസ്മയുടെ നേരിൽ പ്രയോഗിച്ച് തീരെ നിവർത്തികെട്ട അവസ്ഥയിലായിരിക്കും ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത്. പക്ഷേ ഇത്തരത്തിൽ കേസ് ദുർബലമായി പോകുമ്പോൾ ഇനി ഇതിനേക്കാളും മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള പീഡനങ്ങൾ ഇനി സ്ത്രീക്കുണ്ടാവില്ലേ? നമ്മൾ എപ്പോഴും കോടതിയായാലും പോലീസായാലും ഒരു മാതൃകയായിരിക്കണം. ഇത്തരത്തിലുള്ളവർക്ക് കൃത്യമായ ശിക്ഷ കൃത്യമായ രീതിയിൽ നൽകി കഴിഞ്ഞാൽ ഒരുപക്ഷെ സ്ത്രീകളെ പെൺകുട്ടികളെയൊക്കെ ഒരു പരിധി വരെ നമുക്ക് രക്ഷിക്കാനാവും. പക്ഷേ ഇതിപ്പോൾ ഇനി കൂടി വന്നാൽ 10 വർഷം അല്ലേ, കിരൺ പറഞ്ഞ 10 വർഷം, അത് കഴിഞ്ഞ് ഇറങ്ങാം, കുഴപ്പമില്ല. ആൾക്ക് ചിലപ്പോൾ വേണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ ആ ജോലിയിൽ തന്നെ പ്രവേശിക്കാൻ വേണ്ടി വരും. പക്ഷേ ഈ പറഞ്ഞതുപോലെ നഷ്ടമായത് ആ പെൺകുട്ടിക്കാണ്. അപ്പം ഇങ്ങനെ ദുർബലമായിട്ടുള്ള വിധികൾ വരുമ്പോൾ നാളെ ഏത് പെൺകുട്ടിക്കാണ് നീതി കിട്ടുന്നത്, ഏത് പെൺകുട്ടിയുടെ അല്ലെങ്കിൽ കുടുംബമാണ് ഇത്തരത്തിൽ ഒരു നല്ല വിധിക്ക് വേണ്ടി അല്ലെങ്കിൽ തൻ്റെ മകളെ കൊന്ന വ്യക്തിക്ക് നല്ല ശിക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് കോടതിയിൽ പോകുന്നത്? കോടതി ഇപ്പം എത്ര നാളായി കേസ് നടന്നിട്ട്? അപ്പോൾ കോടതി ഇത്തരത്തിലുള്ള വിധികൾ ഒരു വർഷം അല്ലേ? അതെ കഴിഞ്ഞിട്ടുണ്ട്. അതെ, ഒരു വർഷത്തിൽ പുറത്ത് 2 വർഷം ആകുന്നു അല്ലേ? അപ്പോൾ അല്ല, ആ 1 വർഷം കഴിഞ്ഞ സമയത്താണ് ഇതിൻ്റെ വിധി വന്നത്. അത് വളരെ പെട്ടെന്ന് വിധി വന്നു എന്നുള്ളതാണ്. 11 മാസവും 2 ദിവസവും പിന്നിട്ടപ്പോഴാണ് ഇതിൻ്റെ വിധി വന്നത്. കാരണം അത്ര കേരളത്തിൽ വളരെ ചർച്ച ചെയ്യപ്പെട്ട വലിയ വിവാദമായ ഒരു കേസായിരുന്നു ഇതെന്നുള്ളതാണ്. ഏതായാലും ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. കുറച്ചുകൂടെ ഔദ്യോഗിക തലത്തിൽ കുറച്ചുകൂടെ ശ്രദ്ധ ചെലുത്തണം. ഇത്തരത്തിലുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്ന തരത്തിൽ നന്നായിട്ട് പോലീസിലാണല്ലോ ആദ്യം ഒരു കേസ് പോകുന്നത്. അതിൽ നിന്ന് കിട്ടുന്ന സാക്ഷിമൊഴികളും തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ കേസ് ദുർബലമാകുന്നതും അത് വളരെ തീവ്രമാകുന്നു. അപ്പം അത്തരത്തിൽ കേസിന് ഒരിക്കലും ദുർബലമാകാത്ത രീതിയിൽ പഴുതിട്ട് പൂട്ടിയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ കിരണിന് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. കാരണം എനിക്ക് പരോളിൻ്റെ കാര്യം ഞാൻ കുറേ നാളായിട്ട് കിരൺ പരോളിലാണെന്ന് കേൾക്കുന്നുള്ളൂ. അപ്പോൾ ആ പരോൾ കൊടുക്കുന്നത് ആരാണെന്ന് കൂടി അന്വേഷിക്കേണ്ടത്. ഇതിൻ്റെ പുറകിൽ ആരാണ് നിൽക്കുന്നത്? കാരണം അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ആൾക്കാർ ഇതിനകത്തുണ്ട്. പക്ഷേ തിരിച്ച് ചിന്തിക്കണം, അവരുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ അവരുടെ മകൾക്കോ അല്ലെങ്കിൽ അമ്മയ്ക്കോ ഒക്കെ ഈ സഹായിക്കുന്നവരൊന്നും ചിന്തിക്കേണ്ടുന്ന കാര്യമാണ്. ഇപ്പോൾ കിരണിന് വേണ്ടി ഹാജരായിരിക്കുന്നതിന് വലിയൊരു അഡ്വക്കേറ്റാണ്, അപ്പോൾ ഹൈക്കോടതി അഡ്വക്കേറ്റൊക്കെയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ സുപ്രീം കോടതിയിലേക്ക് പോലും ഇവർക്ക് നീതി കിട്ടുന്നത്. ഇപ്പോൾ കിരൺ സുപ്രീം കോടതിയിൽ പോയി ഹർജി നൽകിയപ്പോഴാണ് ഇത്തരത്തിലുള്ള ഈ തീരുമാനം എത്തിയത്. കാരണം 10 വർഷം എന്നുള്ളത് മരവിപ്പിച്ച് വെച്ചേക്കാണ്. ഇനി മിക്കവാറും കുറ്റവിമുക്തനായി എന്നുള്ളത് കേൾക്കാൻ കേരളം ഇടവരാതിരിക്കട്ടെ എന്നുള്ളതാണ് എനിക്ക് അവസാനം പറയാനുള്ളത്.